എവല്യൂഷൻ ഓഫ് മാൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ എവല്യൂഷൻ ഓഫ് മാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കോഡാണ് ഡോക്ടർ എ ഹെൻസ്. എന്തായാലും മനുഷ്യന്മാരാണല്ലോ ഡോക്ടേഴ്സ് ആവുക. അപ്പം ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടെന്ന് ഓർക്കുക, ഡോക്ടർ എ ഹെൻസ്. എന്ന് പറഞ്ഞ ഇനീഷ്യൽ നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ ഡോക്ടർ എ ഹെൻസ് എന്നുള്ള ഒരു മാനിനെ നിങ്ങൾ ഓർക്കാം. Dr. A. Hens. D for Dryopithecus, Dramapithecus, Australopithecus, Homo habilis. E for Homo erectus. N for Neanderthal man. And S for Homo sapiens. ഇങ്ങനെയാണ് മാൻ ഇവോൾവ് ചെയ്തത് അല്ലെ. ആദ്യം ഡ്രയോപിത്തക്കസ്, രാമാപിത്തക്കസ്, ആസ്ട്രോലോപിത്തക്കസ്, ദെൻ ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, നിയാണ്ടർത്താൽ മാൻ, ഹോമോ സാപ്പിയൻസ്. അപ്പൊ ഇതിനെ ഷോർട്ട് ആക്കിയിട്ടാണ് ഞാൻ എന്ത് കൊടുത്തത്, ഈ ഡോക്ടർ എ ഹെൻസ് കൊടുത്തത്. ഓക്കെ, ഇതാണ് മാന്റെ എവല്യൂഷൻ. ഇനി ഇവർ ഓരോരുത്തരുടെയും ഫീച്ചേഴ്സ് കൂടെ നോക്കിയാൽ ഈ ടോപ്പിക് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഡ്രയോപിത്തക്കസും രാമാപിത്തക്കസും ഒരേ കാലഘട്ടത്തിലുള്ളതാണ്. 15 മില്യൺ ഇയേഴ്സ് ആയാണ് രണ്ടുപേരെയും കാണുന്നത്, ഡ്രയോപിത്തക്കസിനെയും രാമാപിത്തക്കസിനെയും. പക്ഷെ വ്യത്യാസമുണ്ട്. ഡ്രയോപിത്തക്കസ് ഏപ്പ് ലൈക്ക് ആണ് കുറച്ചുകൂടെ, പക്ഷെ രാമാപിത്തക്കസ് ആണ് കുറച്ചുകൂടെ മാൻ ലൈക്ക് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ഇവരുടെ രണ്ടുപേരുടെയും ഡിഫറൻസ്. ഡ്രയോപിത്തക്കസ് ഏപ്പ് ആണ്. ഓക്കെ, ആദ്യം നമ്മൾ ഏപ്പിൽ നിന്നാണ് ഉണ്ടായെന്ന് പറഞ്ഞു, അപ്പം ഡി നമ്മൾ ആദ്യം കൊടുത്തു, അപ്പം ഡി ആണ് ഏപ്പ്. പിന്നെ രാമാപിത്തക്കസ് ആയപ്പോൾ കുറച്ചുകൂടെ ഹ്യൂമൻ ലൈക്ക് ആയിട്ട് മാറി. ഓക്കെ, ഇനി അടുത്തതാണ് ആസ്ട്രലോപിത്തക്കസ്. അപ്പൊ ആസ്ട്രലോപിത്തക്കസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡിഫറൻസ് ഉണ്ട്, അതാണ് ഒരു ഗ്യാപ്പ് ഞാൻ കൊടുത്തത്. ഇത് രണ്ടും ഒരേ മില്യൺ ഇയേഴ്സ് ആക്കും. ഇനി അടുത്ത കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് അടുത്ത ആസ്ട്രലോപിത്തക്കസ് വരുന്നത്. അപ്പൊ ആസ്ട്രലോപിത്തക്കസ് കാണുന്നത് ഏരിയ എവിടെയാണ്? ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡിലാണ് ഇവരെ കണ്ടെത്തിയിട്ടുള്ളത്, ആസ്ട്രലോപിത്തക്കസ്. അപ്പൊ ഇവരുടെ പ്രത്യേകത പറഞ്ഞാൽ ഇവർ രണ്ടുപേരിനെയും മാറിയിട്ട് ഇവര് കുറച്ചുകൂടെ സ്റ്റോൺ വെപ്പൻസ് ഇവർ യൂസ് ചെയ്യാൻ തുടങ്ങി. സ്റ്റോൺ വെപ്പൻസ്, പിന്നെ അവര് പെർട്ടിക്കുലർലി കൈറ്റ് ചെയ്യുന്നത് ഫ്രൂട്ട്സ് ആയിരുന്നു. ഫ്രൂട്ട്സ് ആൻഡ് സ്റ്റോൺ വെപ്പൻസ് ആണ് ആസ്ട്രലോപിത്തക്കൻസിന്റെ ഒരു പ്രോപ്പർട്ടി. അത് കഴിഞ്ഞു പിന്നെ അടുത്ത ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത 4 പേര് വരുന്നത്. HENS, ഹെബിലിസും ഇറക്ടസും നിയാണ്ടർത്താൽമാനും സാപ്പിയൻസും. ഓക്കെ, ഇവരൊക്കെ ഹോമോയിലാണ് തുടങ്ങുക, കാരണം കുറച്ചുകൂടെ മനുഷ്യനുമായിട്ട് കുറച്ചുകൂടെ ബന്ധം റിലേറ്റഡ് ആയിട്ട് മോഡേൺ മാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നവരാണ് ഇവർ. ഇതിൽ ഫസ്റ്റ് വൺ ഈസ് ഹോമോ ഹെബിലിസ്. ഹോമോ ഹെബിലിസ്, ഈ ഹോമോ ഹെബിലിസ് ആണ് ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ആയിട്ടുള്ള ഹോമിനിഡ്. ഓക്കെ, ഹോമോ എന്നൊക്കെ വരുമ്പോൾ അത് മാനുമായിട്ട് റിലേറ്റ് ചെയ്യത്തല്ലോ, കാരണം മോഡേൺ മാന്റെ സയന്റിഫിക് നെയിം എന്താണ്? ഹോമോ സാപ്പിയൻസ് ആണ്. ഓക്കെ, അപ്പൊ ഹോമോ അതിലോട്ട് വന്നത് കൊണ്ട് കുറച്ചുകൂടെ ഹോമിനിഡ് ആയിട്ട് റിലേറ്റഡ് ചെയ്തിട്ടാണ് ഈ ഹോമോ ഹാബിലിസ് വരുന്നത്. ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ആണ്. അപ്പൊ ഇവർക്ക് ബ്രെയിൻ കൂടെ കുറച്ച് ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ബ്രെയിൻ കപ്പാസിറ്റി വന്നു. ഒരു 650 മുതൽ 800 cc ആണ് ഇവരുടെ ഒരു ബ്രെയിൻ കപ്പാസിറ്റി. ഓക്കെ, ഇവര് മീറ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. ഇനി അടുത്ത ആൾക്കാരാണ് ഹോമോ ഇറക്ടസ്. ഹോമോ ഇറക്ടസ് ഇവരുടെ ഒരു ഫോസിൽ കണ്ടെത്തിയിട്ടാണ് ജാവയിൽ നിന്നാണ്. അപ്പൊ ഇവരുടെ ജാവ മാൻ എന്നും പറയാറുണ്ട് ഹോമോ ഇറക്ടസിന്. പിന്നെ ഇവരുടെ ബ്രെയിൻ സിസി കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തു, ഇവോൾവ് ചെയ്ത് ഒരു 900 cc ആയിട്ട് മാറി. ഓക്കെ, പിന്നെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? മീറ്റ് കഴിക്കാൻ തുടങ്ങി. ഓക്കെ, ഇറക്ടസ് ആയപ്പോൾ മീറ്റ് കഴിക്കാൻ തുടങ്ങി. ഇനി അടുത്ത എവല്യൂഷൻ ആണ് നിയാണ്ടർത്താൽ മാൻ, പിന്നെ അതിൽ നിന്ന് ടൈ. ഓക്കെ, ഒരു 1 lakh to 40,000 years ബാക്ക് ആണ് ഇവരുണ്ടാവുന്നത്. ഓക്കെ, ഇവരുടെ ബ്രെയിൻ സിസി കുറച്ചുകൂടെ കൂടി 1400 cc ആയിട്ട് മാറി. ഇവര് കണ്ടെത്തിയിട്ടുള്ള എവിടെയാണ്? ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ. ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ. ഓക്കെ, ഇനി ഇവര് എന്ത് ചെയ്തു? ഇവരുടെ മെയിൻ പ്രത്യേകത യൂസ് ടു ഹൈഡ് ദ പ്രൊട്ടക്ട് ദെയർ ബോഡി ആൻഡ് ബറി ദെയർ ഡെഡ്. അപ്പൊ ഇവരുടെ ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ബറി ചെയ്യും, പിന്നെ ഇവര് ഹൈഡ് ചെയ്യാൻ, ഇവരുടെ ബോഡി ചെയ്യാൻ വേണ്ടി ഇവര് ഹൈഡിങ് പ്ലേസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നിയാണ്ടർത്താൽ മാൻ. കുറച്ചുകൂടെ ബുദ്ധിയും കാര്യങ്ങളും എല്ലാം കൂടിയല്ലോ. ഓക്കെ, സിസി ബ്രെയിൻ സിസി ഒക്കെ കൂടി. ഇനി ലാസ്റ്റ് വൺ ഇസ് ദ ഹോമോ സാപ്പിയൻസ്, ദ മോഡേൺ മാൻ. ഇവര് എവിടെയാണ്? ആഫ്രിക്കയിലാണ് എറോസ് ചെയ്ത്, പിന്നെ ഡിഫറെന്റ് കോണ്ടിനെന്റിലോട്ട് ഇവര് സ്പ്രെഡ് ചെയ്ത് പോയി. അങ്ങനെ ഡിഫറെന്റ് ബ്രേസസ് ആയിട്ട് മാറി. ഓക്കെ, ഇതാണ് മാന്റെ എവല്യൂഷൻ. എവല്യൂഷൻ ഓഫ് മാൻ. ഇപ്പൊ എവല്യൂഷൻ ഓഫ് മാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കേണ്ട കോഡാണ് ഡോക്ടർ എ ഹെൻസ്. Dryopithecus, Ramapithecus, Australopithecus, Homo habilis, Homo erectus, Neanderthal man and Homo sapiens. ഈ ഒരു വ്യക്തിനെ ഓർക്കുക കേട്ടോ, ഡോക്ടർ എ ഹെൻസ് ഓർക്കുക. ഓക്കെ, താങ്ക് യു.